ഹലോ നമസ്കാരം. സൈലം PSC ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ HSA നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷനും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സൈറ്റിൽ വന്ന് കാണത്തില്ല, ഇന്നോ നാളെയോ ആയിട്ട് നിങ്ങളുടെ സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു 30/4/2025 ആണ് നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും പറയുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ മാസം 4-ാം തീയതിയാണ്. ജൂൺ മാസം 4-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. HSA സോഷ്യൽ സയൻസിന് വേണ്ടി ജൂൺ മാസം 4-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 24/2025 ആണ്. 24/2025 ആണ് നമ്മുടെ കാറ്റഗറി നമ്പർ. നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിലാണ് നമുക്ക് എക്സാം നടക്കാൻ പോകുന്നത്. HSA സോഷ്യൽ സയൻസിന്റെ എക്സാം നടക്കുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു പോസ്റ്റിന്റെ പേര് എന്ന് പറയുന്നത് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു പേ സ്കെയിൽ എന്ന് പറയുകയാണെങ്കിൽ 41,300 മുതൽ 87,000 രൂപ വരെയാണ് നമ്മുടെ ആ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത്. ജില്ലാ അടിസ്ഥാനത്തിലാണ്. ഓരോ ജില്ലകൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള വേക്കൻസീസും കാര്യങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ എത്രയാണ് വേക്കൻസി എന്നുള്ള കാര്യം നമുക്ക് നോട്ടിഫിക്കേഷനകത്തൊന്നും പറഞ്ഞിട്ടില്ല. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നമുക്ക് റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം എത്ര വേക്കൻസീസ് ഒക്കെ കാണുമായിരിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഊഹിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒറ്റ മാർഗ്ഗം മാത്രമേ ഉള്ളൂ. PSC പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈൻ മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഓരോ ജില്ലകൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും ആയിരിക്കും നമുക്ക് തരുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് യൂഷ്വൽ ആയിട്ടുള്ള ആ ഒരു ഏജ് ലിമിറ്റും റിസർവേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. നമുക്ക് ഒരു ഏജ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്, 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള കാൻഡിഡേറ്റ്സിന് നമുക്ക് HSA സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനകത്ത് ആ ഒരു ഡേറ്റിന്റെ ആ ഒരു ബ്രാക്കറ്റും പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1905 1/1/2007 ഈ രണ്ട് ഡേറ്റും ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് ഈ രണ്ട് ഡേറ്റിനുള്ളിൽ വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ HSA സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. OBC വിഭാഗങ്ങൾക്കും SC/ST വിഭാഗങ്ങൾക്കും എല്ലാം അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാക്സിമം ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് 50 വയസ്സാണ്. 50 വയസ്സിനപ്പുറം കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എഴുതാനായിട്ട് പറ്റില്ല. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഡിഗ്രി യോഗ്യത ഉണ്ടായിരിക്കണം. അതേപോലെ BEd ഉണ്ടായിരിക്കും. BEd അല്ലെങ്കിൽ BT നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുത്തിട്ടുള്ളതായിരിക്കണം. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ അംഗീകാരമുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കേറ്ററ്റിന് 3 പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതും എടുത്ത് തന്നെ എന്ത് ചെയ്തു, ഗവൺമെന്റ് ഓഫ് കേരള കണ്ടക്ട് ചെയ്യുന്ന കേറ്ററ്റ് 3 എന്ത് ചെയ്തിട്ടുള്ളതായിരിക്കണം, പാസ്സായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് MPhilന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഏതൊക്കെ ഡിഗ്രി എടുത്തിട്ടുള്ള ആൾക്കാർക്കാണ് ഹിസ്റ്ററിയിലോ എക്കണോമിക്സിലോ ജോഗ്രഫി പൊളിറ്റിക്സ് ഫിലോസഫി സോഷ്യോളജി അതായിരിക്കണം മെയിൻ ഡിഗ്രി സബ്ജക്ട്സ് ആയിട്ട് പറയുന്നത്. മെയിൻ ആയിട്ട് ഈ പറയുന്ന ഹിസ്റ്ററി എക്കണോമിക്സ് ജോഗ്രഫി പൊളിറ്റിക്സ് ഫിലോസഫി സോഷ്യോളജി മെയിൻ ആയിട്ട് ഡിഗ്രി എടുത്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ BEd ഇൻ സോഷ്യൽ സയൻസ് ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ഡിഗ്രി ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ മ്യൂസിക് ബിഫോർ 21/9/2022 അവരും എലിജിബിൾ ആണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഡിപ്ലോമ ഇൻ റൂറൽ സയൻസ് അവാർഡഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഓഫ് റൂറൽ എഡ്യൂക്കേഷൻ അത് ഇക്വലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. നാഷണൽ റൂറൽ കൗൺസിൽ ഫോർ റൂറൽ എഡ്യൂക്കേഷൻ നൽകുന്ന ഡിപ്ലോമ ഇൻ റൂറൽ സർവീസസ് അതും ഇക്വലന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. പിന്നെ കാൻഡിഡേറ്റ്സ് BA/ED ഇന്റഗ്രേറ്റഡ് കോഴ്സ് സോഷ്യൽ സയൻസസ് ഇംഗ്ലീഷ് കണ്ടക്ടഡ് ബൈ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂർ അവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് കൺസേൺ ഇൻ ദ സബ്ജക്ട്സ് വിത്ത് BEd അല്ലെങ്കിൽ BT കൺസേൺ സബ്ജക്ട്സ് ആൾസോ എലിജിബിൾ എന്ന് പറയുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷന്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, BEdലൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളത് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻസ് ആർ അക്സെപ്റ്റബിൾ ഫോർ ദ അപ്പോയിന്റ്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഹൈസ്കൂൾ ടീച്ചർ താഴെ പറയുന്ന യോഗ്യതയുള്ളതും പറയുന്നുണ്ട്. BA ഡിഗ്രി ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് ഉറുദു പറയുന്നുണ്ട്. പിന്നെ അത് BA ഡിഗ്രി ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി മെയിൻ ആയിട്ടും ജനറൽ എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി സബ്സിഡറി ആയിട്ടുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ ബാക്കി കാര്യങ്ങൾ BEd സോഷ്യൽ സയൻസ് കൂട്ടത്തിലുള്ളവർക്ക് അങ്ങനെ നമുക്ക് ആ ഒരു മറ്റ് യോഗ്യതകൾ ഈ പറയുന്ന HSA സോഷ്യൽ സയൻസിന് അപ്ലൈ ചെയ്യാമെന്ന മറ്റ് യോഗ്യതകൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസിനകത്ത് എടുത്ത് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ യൂഷ്വൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ആ ഒരു പ്രൊഫൈൽ പിക്ചറിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
പിന്നെ ഉറപ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തായാലും പ്രിന്റ് ഔട്ടും കാര്യങ്ങളും എടുത്ത് എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. അപ്ലൈ ചെയ്തതിൻ്റെ ഒരു പ്രിന്റ് ഔട്ടും കാര്യങ്ങളും സൂക്ഷിക്കുക. നമ്മൾ ഇനി ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻസ് വരുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ നല്ലതുപോലെ ഓർത്തിരിക്കുക. 4/6/2025 അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ്. 12 മണി വരെ, 4/6/2025 രാത്രി 12 മണി വരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സൈലം PSC HSAയുടെ രണ്ടാമത്തെ ബാച്ച് ഈ വരുന്ന മെയ് 2-ാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ്. മെയ് 2-ാം തീയതി ആരംഭിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ബാച്ച് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് റണ്ണിങ് ആണ്. അതിന്റെ രണ്ടാമത്തെ ബാച്ച് ഈ വരുന്ന മെയ് 2-ാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 3,999 രൂപയാണ്. 3,999 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ടിൽ എക്സാം വരെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, നമുക്ക് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് ചോദിക്കുക നമ്മുടെ ബാച്ചൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ചോദിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യും. ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾക്ക് ഒടുക്കം വരെ നിങ്ങൾക്ക് ആ ഒരു അധ്യാപകരായി നിങ്ങളെ ആ ജോലിയിലേക്ക് പ്രവേശിക്കുന്നവരെ സൈലം PSC നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. താങ്ക് യു.